അപ്പോൾ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫാക്ട്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഫാക്റ്റ് എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വന്നത്? ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുത അല്ലേ? ആ വാക്ക് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തതെന്ന് നമുക്ക് ആദ്യം പറയാം. ഫാക്ട് derived ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫാക്ടം. ഫാക്ടം എന്നുള്ള വാക്കിൽ നിന്നാണ് ഫാക്റ്റ് എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സംതിങ് ദാറ്റ് ക്യാൻ ബി ഷോൺ ടു ബി ട്രൂ, ടു എക്സിസ്റ്റ്, ടു ഹാവ് ഹാപ്പൻഡ്. വസ്തുത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇതാണെന്ന് തെളിയിക്കാൻ പറ്റുന്നത്, ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റുന്നത്, അതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഓർ ടു ഹാവ് ഹാപ്പൻഡ്, നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഫാക്ട് എന്ന് പറയുന്നത്. സോ ഫാക്ട്സ് ആർ റിയാലിറ്റി ഓഫ് സംതിങ്. ഫാക്ട് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ഒരു റിയാലിറ്റിയാണ്, ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളാണ്. ദ ട്രൂത്ത് ഓർ ആക്ച്വൽ എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് ആസ് അപ്പോസ്ഡ് ടു ദ സപ്പോസിഷൻ ഓർ എ ബിലീഫ് അബൌട്ട് സംതിങ്. ഫാക്ട്സ് therefore have an objective and finite existence, so they perceptible to human sense. അതായത് ഒന്നിനെ കുറിച്ചുള്ള ഒരു ബിലീഫാണ്, നമുക്ക് ഒന്നിനെ കുറിച്ചുള്ള ഒരു വിശ്വാസമാണ് ഫാക്ട് എന്ന് പറയുന്നത്. മാത്രമല്ല ഫാക്ട് ഇസ് സംതിങ് ദാറ്റ് യൂസസ് സിനോണിംസ് വിത്ത് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. യാഥാർത്ഥ്യം, സത്യം എന്നുള്ള വാക്കിൻ്റെ ഒരു സിനോണിമായിട്ട്, അതുമായി അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കായിട്ട് ഫാക്ടിനെ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഇസ് എ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ റിയാലിറ്റി ഓൾസോ, ദിസ് ഇസ് ട്രൂത്ത് എന്നുള്ള മീനിങ് കൂടി വരും. ഫ്രം കൺക്ലൂഷൻസ് ഓർ ഒപ്പീനിയൻസ്. ഇത് നമുക്ക് നമ്മുടെ കൺക്ലൂഷനും ഒപ്പീനിയനും പോലെയല്ല ഫാക്ട് അല്ലേ? സത്യം എന്നുള്ളത് കാര്യം അത് നമ്മുടെ ഒപ്പീനിയൻ പാടില്ല. ഒപ്പീനിയൻ ആണെങ്കിലും അത് ഒപ്പീനിയനെ നമുക്ക് ഫാക്റ്റായിട്ട് കൂട്ടാൻ പറ്റില്ല. അതുപോലെ കൺക്ലൂഷൻ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടൊരു കൺക്ലൂഷനിലെത്തിയാലും അത് ഫാക്റ്റ് ആവില്ല. ഫാക്റ്റ് ആവണമെങ്കിൽ അതിന് കുറച്ചെന്താണ്, ദ ക്വസ്റ്റ്യൻ ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ട്രൂത്ത് ആർ ഇൻട്രിൻസിക്കലി റിലേറ്റഡ് ടു ദ ഐഡിയ ഓഫ് ലുക്കിംഗ് ഫോർ ഫാക്ട്സ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ അതിൻ്റെ ഒബ്ജക്ടിവിറ്റി കണ്ടെത്തുകയാണ് പ്രധാനം. ആസ് എ സയൻസ് basis its knowledge on a systematic collection, observation, interpretation and analysis of facts. Various scientific disciplines have engaged themselves in theorizing their subject matters as fact. അപ്പോൾ ഒരു കാര്യത്തെ അത് ഫാക്റ്റായി മാറണമെങ്കിൽ എന്തൊക്കെയുണ്ട്? കളക്ഷൻ ഓഫ് നോളജ്. നമ്മൾ ആ വിവരത്തെക്കുറിച്ച്, ഇപ്പോൾ ഒരു കാര്യമാണ് നമുക്ക് ഫാക്റ്റായിട്ട് തെളിയിക്കേണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് നോളജ് ഉണ്ടാക്കണം. നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാക്കണം, ഒബ്സേർവ് ചെയ്യണം. മാത്രമല്ല നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനലൈസ് ചെയ്യണം. മാത്രമല്ല ലാസ്റ്റ് എന്ത് ചെയ്യണം? അതിനെ തിയറൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു അല്ലെ? ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു. പക്ഷെ അത് ചുമ്മാ ഇങ്ങനെ നമുക്ക് വായിൽ പറയാൻ പറ്റുമോ? ആ ഭൂമിക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, അട്രാക്ടിങ് ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അത് തെളിയിക്കണം എന്ന് വേണം. അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവണം. എങ്ങനെ? ഈ വസ്തുക്കളൊക്കെ താഴെ വീഴുന്നുണ്ടോ, താഴെ വീഴാത്ത വസ്തു എന്താണ്, ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ആരെങ്കിലും തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ തുടങ്ങിയ ഒരു വലിയ നോളജ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം. മാത്രമല്ല ഒബ്സർവേഷൻ വേണം അല്ലേ? ഇപ്പൊ ന്യൂട്ടന് പകരം നമ്മളായിരുന്നെങ്കിൽ ആ തിയറി കണ്ടുപിടിക്കുമായിരുന്നു? ഇല്ല. അപ്പോൾ അത്രയും ഒബ്സർവേഷൻ നമുക്ക് ഉണ്ടാവണം. മാത്രമല്ല എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ വിവരങ്ങൾ, ഇൻഫർമേഷൻസും നോളജും നമ്മുടെ ഒബ്സർവേഷനും അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതൊരു തിയറി ആക്കി നമ്മൾ മാറ്റണം. ഓക്കെ, കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി അതൊരു തിയറി ആക്കിയിട്ട് നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ വെരി പ്രോസസ് ഓഫ് ഗ്യാദറിങ് facts which involves selection and choice and then the sifting, categorization and analysis and interpretation of data makes the idea of objective truth problematic, especially we are talking of the human realm. ഇവിടെ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോൾ ഇത് കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷെ ഇതേ പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. Okay, so the facts are always selected, collected, analyzed and interpreted with a theoretical or hypothetical framework which always based on the certain assumptions or value judgments. അത് കഴിഞ്ഞു. ഇനി ഹിസ്റ്ററി ആസ് ഫിക്ഷൻ. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുകഥ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, കെട്ടുകഥ. അതായത് ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷനിൽ ജനിക്കുന്ന കഥകളാണ്.
ഓക്കെ, ഇപ്പം മായാവി ഇല്ലേ, അങ്ങനെയുള്ള കഥകളൊന്നും റിയൽ അല്ല. പക്ഷെ അത് നമ്മളിലേക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. സോ അങ്ങനെയുള്ള കഥകൾ, ഈ സാരോപദേശ കഥകളായാലും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏത് കഥയാണെങ്കിലും അത് ഫിക്ഷനാണ്. പല നോവൽസ്, സിനിമ ഒരു ഫിക്ഷനാണ് അല്ലേ. അത് ഒരു ഹീറോ വന്ന് എന്താണ് എനിമീനെ അടിക്കുന്നു, ആന്റഗോണിസ്റ്റിനെ അടിക്കുന്നു. അത് റിയൽ ലൈഫിൽ നടക്കുമോ? അങ്ങനെ ഹീറോയിസം കാണിക്കാൻ നമുക്ക് പറ്റില്ല. സോ അങ്ങനെയുള്ള നമുക്ക് റിയൽ ലൈഫിൽ നടക്കാത്തത്, ഇല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി കൂട്ടി കാണിക്കുന്നതാണ് എന്ത് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബുക്കുകളിൽ കാണും ഗളിവർ, വളരെ ചെറിയൊരു മനുഷ്യൻ അല്ലേ, ഗളിവർ. അതുപോലെ കുഞ്ഞു മനുഷ്യന്മാര് ലോകം കീഴടക്കുന്നു, അതുപോലെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നു. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് അവിടെ വീട് കെട്ടി ജീവിക്കാൻ അതൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് സ്റ്റോറീസിലും സിനിമയിലൊക്കെ ഇത് കാണാം. അതിനാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കാണ്, ചരിത്രം ഒരു ഫിക്ഷൻ രൂപത്തിൽ, ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടുകഥയാണോ എന്നുള്ളൊരു ചോദ്യമാണ്. സോ ആദ്യം ഹിസ്റ്ററി എന്താന്ന് പറയാം. ഹിസ്റ്ററി സ്റ്റഡീസ് ദ പാസ്റ്റ്. കഴിഞ്ഞുപോയ പാസ്റ്റിലെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ നമ്മൾ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതൊരു നല്ലൊരു ഡെഫിനിഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഹിസ്റ്ററി സ്റ്റഡീസ് ദ പാസ്റ്റ്. പക്ഷേ അതിന് വേറൊരു എന്താണ് ഡെഫിനിഷൻ പോലെ പറയാണ്, എ ഹിസ്റ്റോറിയൻ ഷുഡ് സ്റ്റഡി നോട്ട് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് വാട്ട് കുഡ് ബി സെഡ് അബൌട്ട് ദ പാസ്റ്റ്. നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിസ്റ്ററി മൊത്തമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പം നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, പാസ്റ്റ് തന്നെയാണ്, പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണോ ഹിസ്റ്ററിയിൽ നടന്നത്, ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. ദർ ഇസ് എ ബേസിക് ഡിലമ്മ ബിറ്റ്വീൻ വെദർ ഹിസ്റ്ററി ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ അഫയേഴ്സ് ഇൻ ദ പാസ്റ്റ് ഓർ ദ നാച്ചുറൽ ഇവന്റ്സ് ഫിനോമിന ബ്രാക്കറ്റിൽ നാച്ചുറൽ ഹിസ്റ്ററി. അതായത് ഇത് ശരിക്കും ഒരു കൺഫ്യൂസിങ് ആണ്. അതായത് നമ്മുടെ മനുഷ്യൻ ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ അഫയേഴ്സ് ഇൻ ദ പാസ്റ്റ്. മുമ്പുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ ആക്ഷൻസ് ആണോ നമ്മൾ പഠിക്കുന്നത്, അതോ അന്ന് നടന്ന നാച്ചുറൽ ഇവന്റ്സ്, പ്രകൃതിയാ ഉണ്ടാകുന്ന കാര്യങ്ങളാണോ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ഒരു നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുകയാണ് ആ കാര്യം. While dealing with the natural world's history, the historian could derive cause and effect relationship effectively. But dealing with the human affairs, the historians realize they cannot use the idea of causality in strictly scientific sense in modern times. History is concerned, and if not as a social science, as independent discipline that deals with facts, not fantasies. ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് പറയുന്നത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. കോസ് ആൻഡ് എഫക്റ്റ്, അതായത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഇത് സംഭവിച്ചു. ഓക്കെ, ഉൽക്ക വീണത് കൊണ്ട് ഡൈനോസേഴ്സിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടായി. അപ്പം അതിനൊരു കോസ് ഉണ്ട്, അതിൻ്റെ ഭാഗമായി ഒരു എഫക്റ്റും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ആ ഐഡിയ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മാത്രമല്ല, മോഡേൺ സയന്റിഫിക് സെൻസിൽ ഹിസ്റ്ററിനെ കാണുന്നത് ഒരു സോഷ്യൽ സയൻസ് ആയിട്ടല്ല, ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയിട്ടാണ് കാണുന്നത്. ഡീൽസ് വിത്ത് ഫാക്ട്സ്, നോട്ട് ഫാൻസീസ്. അതായത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിക്ഷൻ ആയാലും അതുമായി റിലേറ്റഡ് ആണ്. പക്ഷെ ഇന്ന് കാലത്ത് ഹിസ്റ്ററിനെ കാണുന്ന ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ടാണ്. ഹിസ്റ്ററിക്ക് ഇതുപോലെ ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധമില്ലാണ്ട് ഒരു പ്രത്യേക സബ്ജക്റ്റായി കാണുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി എപ്പോഴും ഫാക്റ്റുകളെയാണ്, പാസ്റ്റിലെ ഫാക്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അത് പറ്റില്ല അല്ലെ. ഹ്യൂമാനിറ്റീസ് എന്താ ചെയ്യുന്നത്? ഹ്യൂമാനിറ്റീസ് ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യന്റെ ലിറ്ററേച്ചർ, അതുപോലെ അവരുടെ ആർട്ട്, അതുവഴി അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ഗ്രാസ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പം മൊണാലിസ എന്നുള്ള പിക്ചർ ഒരു ഹിസ്റ്റോറിയന്റെ മുമ്പിലും ഒരു ഹ്യൂമാനിറ്റീസിന്റെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരാളുടെ അടുത്തും കൊടുത്തു കഴിഞ്ഞാൽ ആ ഹിസ്റ്റോറിയൻ അതെങ്ങനെ ഉണ്ടായി, എപ്പോൾ വരച്ചു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമുക്ക് പറഞ്ഞുതരാം. പക്ഷെ ഒരു ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ പിക്ചറിന്റെ പ്രത്യേകത, അതിൻ്റെ ഇമോഷൻസ്, അതിൻ്റെ ഹിഡൻ മീനിങ്സ് തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഹിസ്റ്ററി ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു
ഹ്യൂമാനിറ്റീസ്. മനസ്സിലായല്ലോ? അതിനൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് കാണുകയാണ്. സോഷ്യൽ സയൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. So until the late 19th century, most historians considered themselves neither a social scientist or a humanist scholar, but rather as a literary men of letters. According to these historians, just like novelists, their job was to tell the stories in a vivid manner. But it was only the end of 19th century that historians started to regard themselves as dispassionate seeker after truth. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഹിസ്റ്റോറിയൻസ്, 19ാം സെഞ്ചുറിക്ക് മുമ്പുണ്ടായിരുന്ന ഹിസ്റ്റോറിയൻസ് ഒക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ സോഷ്യൽ സയന്റിസ്റ്റും അല്ല ഹ്യൂമനിസ്റ്റ് സ്കോളേഴ്സും അല്ല, പക്ഷെ ഞങ്ങളൊരു ലിറ്റററി മെന്നാണ്, ഒരു എഴുത്തുകാരനാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് ആണ് അവർ എഴുതുന്നത് അല്ലേ. ഇപ്പൊ ചരിത്രങ്ങളൊക്കെ കഥാരൂപത്തിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ലിറ്റററി മെന്നാണ്, പക്ഷെ ഞങ്ങൾ നാച്ചുറൽ സയൻസുമായി റിലേറ്റഡ് അല്ല, ഹ്യൂമനിസ്റ്റ് സ്കോളേഴ്സുമായിട്ട് റിലേറ്റഡ് അല്ല എന്നാണ് പറഞ്ഞത്. അവരുടെ മെയിൻ ജോബ് എന്തായിരുന്നു? ടു ടെൽ സ്റ്റോറീസ് ഇൻ എ വിവിഡ് മാനർ, വ്യത്യസ്തങ്ങളായ രീതിയിൽ കഥകൾ പറയാന്നുള്ളതായിരുന്നു. പക്ഷെ 19th സെഞ്ചുറി കഴിഞ്ഞപ്പോൾ ഈ ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം മാറി. അവര് പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിസ്പാഷനേറ്റ് സീക്കർ ആഫ്റ്റർ ട്രൂത്ത് ആണ്. അതായത് സത്യത്തിന് ശേഷം അതിനെ കണ്ടുപിടിക്കാൻ നടക്കുന്ന, ഒന്നിനോടൊരു പ്രത്യേക താല്പര്യമില്ലാത്ത ഡിസ്പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അവര് തന്നെ പറഞ്ഞു. അതുപോലെ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് വി മേക്ക് ആൻ അനാലിസിസ് ഓഫ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹിസ്റ്റോറിയൻസ് ടാസ്ക് ആൻഡ് ദ നോവലിസ്റ്റ്. ഇവിടെ ഇനിയൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്, അത് പറയാം. ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ, ഒരു സിമിലാരിറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. കമ്പാരിസൺ അല്ല, സിമിലാരിറ്റി ആണ് വെക്കുന്നത്. ആരൊക്കെ തമ്മിൽ? നോവലിസ്റ്റും അതുപോലെ ഹിസ്റ്റോറിയൻസും. നോവലിസ്റ്റും ഹിസ്റ്റോറിയൻസും രണ്ടുപേരുടെ ഡ്യൂട്ടി എന്താണ്? ഒരു കഥ പറയലാണ് അല്ലേ. അതായത് ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യുന്നു? അവര് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വെർബൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. വെർബൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പൂവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പൂവ് കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യുന്നു? ചരിത്രം നമ്മളോട് പറയുന്നു ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു, ഡൈനോസേഴ്സിന് വലിയ രൂപമായിരുന്നു, തീ തുപ്പുന്ന ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറയാണ്. പറക്കാൻ കഴിവുള്ള ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരു ചിത്രം വന്നു. എന്നിട്ട് അവര് പറയാണ് ഒരു ഉൽക്ക, ആകാശത്ത് നിന്നുള്ള ഒരു തീഗോളം ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയും അങ്ങനെ ഡൈനോസേഴ്സ് എക്സ്റ്റെൻഡ് ആയെന്നും പറയാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ആ ഒരു വേർബൽ ഇമേജ് വന്നു അല്ലെ. അപ്പൊ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഹിസ്റ്റോറിയൻസ് ചെയ്യുന്നത്. നോവലിസ്റ്റും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അദ്ദേഹം ഒരു കഥയോ നോവലോ എഴുതുന്നു, അത് നമ്മൾ വായിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സ് നമ്മുടെ മുന്നിൽ വെർബൽ ഇമേജ് ആയിട്ട് വരുന്നു. സോ ദർ ഇസ് എ സിമിലാരിറ്റി എന്നാണ് പറയുന്നത്. So history always been accompanied by questions like whether the history is just accumulation of facts, or it does involve an interpretation such facts also. ഹിസ്റ്റോറിയൻസ് നമ്മളുടെ മുന്നിൽ ഒരു ചോദ്യം വെക്കാണ് എല്ലാ സമയത്തും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആർ ഫാക്ട്സ് ആസ് ലോങ് ആസ് ദേ ആർ ബീങ് കളക്റ്റഡ്, ഇന്റർപ്രറ്റഡ് ആൻഡ് പ്രസന്റഡ് ടു ബൈ എ ഹിസ്റ്റോറിയൻ. ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് are as long as being collected, interpreted and presented to us by historian. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഫാക്ട് എന്നുള്ള കാര്യം ഫാക്ടുകൾ തന്നെയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the facts are always refracted though through the mind of historian. A historian writes history with the imaginative understanding of people whom he or is writing. A historian also product of his age, his or her age. The present engagement with reality also has a bearing upon his or her writings. According to Carr, the history is a continuous process of interaction between the historian and his or her facts. ഇപ്പൊ ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഹിസ്റ്റോറിയൻസ് എന്താണ്, ചരിത്രകാരന്മാര് ചരിത്രം എഴുതുന്നത് ഇമാജിനേഷനിലൂടെയാണ്. ഓക്കെ, ഇമാജിനേഷനിലൂടെയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു പാത്രം വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിസ്റ്റോറിയൻ കുഴിച്ചെടുക്കുകയാണെങ്കിൽ അവർ പറയും ഇന്ന പീരീഡിലുള്ള ആൾക്കാരാണിത്, ഇത് ഇന്ന വസ്തു കൊണ്ടുണ്ടാക്കിയാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല നോളജ് ഉണ്ടായിരുന്നു, മാത്രമല്ല
മൺപാത്രത്തിൽ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു എന്നൊക്കെ തുടങ്ങി അവരതിനെ നമ്മൾക്ക് ഒരു കഥാരൂപത്തിൽ അതിനെ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അദ്ദേഹത്തിൻ്റെ സത്യങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ എന്താണ് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഒരു ഫാക്ട്സും അതുപോലെ തന്നെ അതുപോലെ പാസ്റ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു ഇൻട്രാക്ഷനാണ് ഈ പറയുന്ന ഹിസ്റ്ററി ആസ് എ ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഫിക്ഷൻ ആണോ? ഇൻ എ സെൻസ് ആണ്, പക്ഷെ അത് ഫാക്റ്റും അതേപോലെ തന്നെ പാസ്റ്റും തമ്മിലുള്ള ഒരു നല്ലൊരു ഇൻട്രാക്ഷൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് സ്റ്റഡി ഓഫ് ദ നാച്ചുറൽ വേൾഡ് ആസ് കമ്പയർഡ് ടു ദ സബ്ജക്റ്റീവ്. അടുത്ത പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ വേൾഡിനെ എന്ത് ചെയ്യുന്നു, കമ്പയറിങ് ടു സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സ് അല്ലേ, നമ്മളുടേതായിട്ടുള്ള നമ്മുടെ തിങ്കിങ്, ഇതൊക്കെയാണ് സബ്ജക്റ്റീവായിട്ട് വരുന്നത്. നമ്മുടെ ഇമോഷൻസ് അതുപോലെ നമ്മുടെ ഫീലിങ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. നാച്ചുറൽ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി, നമ്മുടെ ലോകം. ഓക്കെ, ഹ്യൂമാനിറ്റീസ് ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് സോഷ്യൽ വേൾഡ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒരിക്കലും സൊസൈറ്റി, ഒരു സോഷ്യൽ വേൾഡ് അല്ല ഫോളോ ചെയ്യുന്നത്. ഹ്യൂമാനിറ്റീസ് ലുക്ക് ഫോർ മീനിങ്സ്, ഓറിയന്റേഷൻസ് ആൻഡ് വാല്യൂ ലാഡൻ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഹ്യൂമൻ വേൾഡ് ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ശരിക്കും ഹ്യൂമാനിറ്റീസ് എന്താ ചെയ്യുന്നത്? മീനിങ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, മീനിങ്സ്, ഓറിയന്റേഷൻ ആൻഡ് വാല്യൂ ലാഡൻ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഹ്യൂമൻ വേൾഡ് ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? മനുഷ്യന്റെ ലോകം, സോഷ്യൽ വേൾഡ് അല്ല, പകരം മനുഷ്യന്റെ ലോകം, ഹ്യൂമൺ ആണ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എന്താണ്? ഹ്യൂമൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, സൊസൈറ്റി അല്ല. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരാണെങ്കിലും ഇവിടെ ഹ്യൂമൺ വാല്യൂസിനും അതുപോലെ ഹ്യൂമൺ വേൾഡ്, അതായത് നമ്മുടെ ഓരോരുത്തർക്കും എങ്ങനെയാണോ ലോകം അതിനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The fundamental difference between humanities and social science or natural sciences in their respective approach to the subject matter. അപ്പോൾ ഹ്യൂമാനിറ്റീസ് അതുപോലെ സോഷ്യൽ സയൻസ് പിന്നെ നാച്ചുറൽ സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നോക്കുമ്പോൾ ഹ്യൂമാനിറ്റീസിനെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് എന്താണ്, ഓരോ വിഷയത്തെയും സെപ്പറേറ്റ് ആക്കി നിർത്തുന്നത് ആ ഒരു വിഷയത്തെ എങ്ങനെയാണോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ എന്താണ്, ഒരു പോയറ്റിന്റെ മുമ്പിൽ ഒരു നദി ഒഴുകുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? അതൊരു പോയറ്റിക് ആയിട്ട് അല്ലേ അതിനെ വർണ്ണിക്കും. അതേസമയം ഒരു നാച്ചുറൽ സയൻസിന്റെ ആളെടുത്ത് കൊടുത്താൽ അവർ അതിന്റെ എങ്ങനെയാണ് അത് ഉത്ഭവിച്ചത് അല്ലേ, എവിടെ നിന്ന് ഉത്ഭവിച്ചു, ആ മണ്ണ്, അവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക. അതേസമയം ഒരു സോഷ്യൽ സയൻസിന്റെ ആളെടുത്താണെങ്കിൽ അവിടെയുള്ള മനുഷ്യന്മാരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ കൃഷി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നോക്കുക. അപ്പോൾ ഓരോ ആളുടെയും അപ്രോച്ച് ഒരു സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് ഇവിടെ ഓരോ സബ്ജക്റ്റിനെ വ്യത്യസ്തമാക്കിയിട്ട് മാറ്റുന്നത്. In humanities, no final knowledge is sought. Instead, it focuses on the particular and develops the appreciation of meanings imbued with creative imagination by human beings. Humanities are self-reflexive in nature. It explains human relationships and answers to the fundamental question, what it means to be human. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലെക്സിങ് ആണ്. നമ്മളെ തന്നെ എന്താണ് പുറത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ തന്നെ റിയാക്ഷനാണ്. മീൻസ് നമ്മളിപ്പോൾ ഒന്നിനെ ഏത് രീതിയിൽ കാണുന്നോ ആ രീതിയിലായിരിക്കും ആ വസ്തു നമ്മളോടും പ്രതികരിക്കുക. അപ്പോൾ എല്ലാം തന്നെ സെൽഫ് റിഫ്ലെക്സീവ് ആണ്. നമ്മളെ കണ്ണാടിയിൽ എങ്ങനെ കാണുന്നു അത് സെൽഫ് റിഫ്ലക്ഷൻ ആണ്. അതുപോലെ നമ്മുടെ മൈൻഡിന്റെ റിഫ്ലക്ഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഹ്യൂമാനിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നമ്മുടെ മനുഷ്യബന്ധങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമായിട്ടൊരു ചോദ്യത്തിന് ഉത്തരമാണ് തരുന്നത്. വാട്ട് ഇറ്റ് മീൻ ടു ബി ഹ്യൂമൻ, എന്തുകൊണ്ട് ഇതൊരു മനുഷ്യനാകുന്നു, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഹ്യൂമൺ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് എല്ലാം തന്നെ. സോ H.G. ഗാഡമർ അതുപോലെ വിൽഹാം ദിൽത്തെ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ടു ട്രൈ ടു എൻറിച്ച് ദ മെത്തേഡ്സ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് എക്സാമിൻ ദ difference with the natural science. The concept of narrative imagination introduced, the scholars of humanities have explored the possibility of placing their discipline closer to the social science. The question of value and literature in the relation to knowledge about the world revolves around the question,
of whether such values could be made explicit, Plato illustrated from the classical Greek text to establish that the literary text basically substantiated an entire value system, a particular view of the world. അപ്പോൾ പ്ലേറ്റോൻ്റെ എന്താണ് പറയുക പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നത് എ പെർട്ടിക്കുലർ വ്യൂ ഓഫ് വേൾഡിലൂടെയാണ്. നമ്മൾ ലോകത്തെ ഒരു പ്രത്യേക കണ്ണിലൂടെ കാണുന്നു, അതിലൂടെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ നേരത്തെ 2 പേര് പറഞ്ഞല്ലോ, HD ഗാഡമർ അതുപോലെ വിൽഹെം ദിൽത്തി. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസിൻ്റെ മെത്തേഡ്സ്, ഇപ്പം നമ്മൾ പഠിക്കുന്ന മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പം ഹ്യൂമാനിറ്റീസിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ത് ചെയ്തു, അതിലേറ്റവും പ്രധാനമായിട്ടുള്ള നറേറ്റീവ് ഇമാജിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇവരാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഹി കൺസിഡർഡ് ദ ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിയൽ വേൾഡ് നോട്ട് ഡെപ്പിക്ഷൻ ഓഫ് റിയാലിറ്റി ഓർ റിയാലിറ്റി ഓഫ് ദി ഒബ്ജക്ട്സ് ബട്ട് ആസ് ദേ അപ്പിയർ ടു ഓതേഴ്സ്, ബട്ട് പ്ലേറ്റോ വാണ്ടഡ് ഫിക്ഷൻ ടു ബി ട്രൂത്ത്ഫുൾ. അപ്പോൾ ഇവിടെ പറയുന്നത് പ്ലേറ്റോന്റെ അഭിപ്രായത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറയാണ് എല്ലാം നമ്മളൊരു പ്രത്യേക രീതിയിൽ ലോകത്തെ കാണുകയാണ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ വ്യൂ ഓഫ് വേൾഡ് ആണ് ഈ ഹ്യൂമാനിറ്റീസിലെ എൻറ്റയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു റിയൽ വേൾഡിനെ, അതായത് യഥാർത്ഥ ലോകത്ത് എന്ത് ചെയ്യുന്നു, റിയാലിറ്റി, അതിലെ റിയാലിറ്റീനെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ റിയാലിറ്റി, ഒബ്ജക്റ്റ് റിയാലിറ്റി എന്ത് ചെയ്യുന്നു, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ഓരോ കലയിലൂടെയും. ഇപ്പൊ ഒരു പെയിന്റിംഗ് ആണെങ്കിൽ അതൊരു റിയാലിറ്റീനെയാണ് ഡെപ്പിക്ട് ചെയ്യുന്നത് അല്ലെ, റിയാലിറ്റീനെയാണ് ആ പെയിന്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പ്ലേറ്റോ പറയാണ് അത് ഓരോ ഓതേഴ്സിനും ഓരോ രീതിയിലായിരിക്കും വരിക. ഇപ്പൊ ഡാവിഞ്ചിനെ പോലെ ആയിരിക്കില്ല രവിവർമ്മ ചിത്രം വരക്കാം. അപ്പൊ അത് കുറെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ റൈറ്റേഴ്സ്, ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ റൈറ്റിംഗ് ആയിരിക്കില്ല ടോൾസ്റ്റോയ്ക്ക്. അവര് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സിമിലാരിറ്റീസ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ എന്താണ് പല ബന്ധങ്ങളും കാണുന്നുണ്ടാവാം, ഹ്യൂമൻ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണോ ഓതേഴ്സിന് അത് ഉൾക്കൊള്ളുന്നത് ആ രീതിയിലായിരിക്കും ഓരോ വർക്ക്സും ഉണ്ടാവുക. പക്ഷെ അദ്ദേഹം പറയാണ് ഫിക്ഷൻ എന്ന് പറയുന്ന കാര്യം ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ കെട്ടുകഥ അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. പക്ഷെ അത് ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്ന് പറയുകയും കൂടി പ്ലേറ്റോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായമാണ്. പ്ലേറ്റോ പറയുന്നത് എന്താണ്, ഫിക്ഷൻ ടു ബി ട്രൂത്ത്ഫുൾ. അടുത്ത് പറയുന്നു അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഹി ഹാവ് എ സെപ്പറേറ്റ് ഓപ്പോസിറ്റ് വ്യൂ ഉണ്ട്. ഓക്കെ, അരിസ്റ്റോട്ടലിന് പ്ലേറ്റോന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ല. അരിസ്റ്റോട്ടിൽ പറയാണ് ലിറ്ററേച്ചർ ഇസ് സെപ്പറേറ്റ് ഫ്രം പൊളിറ്റിക്സ് ഓർ എത്തിക്സ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് പോലെയോ അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളെ പോലെയോ അല്ല, അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡും ജസ്റ്റിഫിക്കേഷൻസും ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു പൊളിറ്റിക്സ് പോലെയാണോ ലിറ്ററേച്ചർ, ഒരുപാട് വ്യത്യാസമുണ്ട്. ലിറ്റററി ടെക്സ്റ്റ് വിച്ച് ഡീൽ വിത്ത് ഫിക്ഷൻ ഷുഡ് നോട്ട് ബി അനലൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ട്രൂത്ത് ഓർ ഫാൾസ്ഹുഡ്. Aristotle stressed on the deal of aesthetic criteria of literary text. അപ്പൊ ലിറ്റററി ടെക്സ്റ്റ്, ലിറ്റററി വർക്ക് എന്നുള്ളത്, ഒരു സാഹിത്യ കൃതി എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്ഷനോട് ഡീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതിന്റെ ട്രൂത്തിന്റെയോ ഫാൾസ്ഹുഡിന്റെയോ ബേസിസിലല്ല അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങളൊരു പുസ്തകം എഴുതി, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു അല്ലേ, അത് ചിലപ്പോൾ ഫിക്ഷൻ രൂപത്തിലായിരിക്കാം. പക്ഷെ അത് ട്രൂത്ത്ഫുൾ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല ഫിക്ഷൻസ്. ഓക്കെ, അതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യവും കൂടി ഇല്ല. മാത്രമല്ല അരിസ്റ്റോട്ടിൽ സ്ട്രെസ് ചെയ്യുന്നു, മീൻസ് അരിസ്റ്റോട്ടിൽ ഊന്നി പറയുന്നു എന്താണ്, എസ്തെറ്റിക് ക്രൈറ്റീരിയ ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. എസ്തെറ്റിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആസ്വാദനം, മനസ്സിലായല്ലോ, സൗന്ദര്യബോധം, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത്. ഇതിൽ നമ്മൾ ഹിസ്റ്ററി ആസ് ഫിക്ഷനും അതുപോലെ സ്റ്റഡി ഓഫ് നാച്ചുറൽ വേൾഡ് ആസ് കമ്പയർഡ് ടു സബ്ജക്റ്റീവ് പറഞ്ഞു. ടെക്സ്റ്റ്